പഴയ നിയമത്തിൽ യാഗം കഴിച്ചായിരുന്നല്ലോ ദൈവത്തെ ആരാധിച്ചത്. എന്തേ ഇപ്പോൾ യാഗം കഴിക്കാത്തത്? ഫുൾ ഗോസ്പൽ സഭ പാസ്റ്റർമാർ പറയുന്നത് ദൈവത്തിന്റെ 7 ഉത്സവങ്ങൾ ആചരിക്കണമെങ്കിൽ പഴയ നിയമങ്ങൾ പാലിക്കേണ്ടി വരുമെന്നാണ്. യാഗങ്ങൾ പഴയ നിയമ ആരാധനയുടെ ഒരു പ്രധാന ഭാഗമാണെങ്കിലും ഒരേ ഒരു മാർഗം അവ ആയിരുന്നില്ല. പുരാതന ഇസ്രായേലികൾ വിവിധ ആവിഷ്കാര രീതികൾ ഉപയോഗിച്ചു ദൈവത്തെ ആരാധിച്ചിരുന്നു. വ്യക്തികളും സമൂഹങ്ങളും മാർഗനിർദ്ദേശവും പാപമോചനവും അനുഗ്രഹവും തേടി പ്രാർത്ഥിച്ചു. സോദോമിന് വേണ്ടി അബ്രഹാമിന്റെ പ്രാർത്ഥന, ഇസ്രായേലിയർക്ക് വേണ്ടി മോശയുടെ പ്രാർത്ഥന, ദാവീദിന്റെ മാനസാന്തര പ്രാർത്ഥന. പിന്തുടരുന്ന മിസ്രൈമ്യർ സൈന്യത്തിൽ നിന്ന് വിടുതല ലഭിക്കാൻ ഇസ്രായേലിയർ ദൈവത്തോട് കൂട്ടമായി പ്രാർത്ഥിച്ചു. മഴയ്ക്ക് വേണ്ടി ജനങ്ങളുടെ പ്രാർത്ഥന, എസ്രയുടെ കുംഭസാര പ്രാർത്ഥന, യെരുശലേമിന് വേണ്ടി നെഹമ്യയുടെ പ്രാർത്ഥന, ധാന്യബലി, എല്ലാ കൃഷിയുടെയും ആദ്യ ഫലങ്ങൾ, പാനീയ യാഗങ്ങൾ, ആരാധനയിൽ പാട്ട്, സംഗീതോപകരണങ്ങൾ വായിക്കൽ, നൃത്തം എന്നിവ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ഉത്സവങ്ങൾ ഇസ്രായേലിയർ ആഘോഷിച്ചു. അതിൽ ആരാധന, വിരുന്ന്, സാമുദായിക ആഘോഷങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും പ്രതീകമായി ധൂപവർഗവും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ചു. പുരോഹിതർ, ലേവ്യർ, ദരിദ്രർ എന്നിവർക്ക് സഹായം നൽകാനായി ആളുകൾ അവരുടെ വരുമാനത്തിൻ്റെയും ഉൽപ്പന്നത്തിൻ്റെയും ഒരു ഭാഗം നൽകി. വരുമാനത്തിൻ്റെ 10% ദശാംശം എന്ന ആശയം പഴയ നിയമത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ പഴയ നിയമവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വരുന്ന പ്രൊട്ടസ്റ്റന്റ്, ഫുൾ ഗോസ്പൽ, പെന്തിക്കോസ്തൽ കാര്യനിർവാഹകരും കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലത്തിൽ നിന്ന് സ്വന്തം കുടുംബങ്ങൾ സുഖിച്ച് ജീവിക്കാൻ മെനഞ്ഞെടുത്ത ഒരു തന്ത്രമല്ലേ ഈ ദശാംശം? പുതിയ നിയമത്തിൽ നിർദ്ദിഷ്ട തുകയോ നിർബന്ധമാക്കിയിട്ടില്ല. കൊള്ളാം, എന്തൊരു യാദൃച്ഛികത! പഴയ നിയമത്തിൽ നിന്ന് സൗകര്യപൂർവം അകന്നു നിൽക്കുന്ന കപട കാര്യനിർവാഹകരും കമ്മിറ്റി അംഗങ്ങളും കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള ദശാംശത്തിൽ നിന്നും പ്രയോജനം നേടുന്നു. കുടുംബങ്ങളെ പോറ്റാനും സുഖിച്ച് ജീവിക്കാനും ഉള്ളപ്പോൾ ബൈബിളിന്റെ സമഗ്രത ആർക്കാണ് വേണ്ടത്? സീസറിന് സമർപ്പിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ സമർപ്പിക്കുന്നതിനെ കുറിച്ചോ?